1978 ഫെബ്രുവരി 24 അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന കാലിഫോർണിയ സ്റ്റേറ്റ്. ഫെബ്രുവരിയിലെ ഒരു പതിവ് മഞ്ഞുകാലം. കാലിഫോർണിയയിൽ സിയറ നെവാഡ മലനിരകളുടെ താഴ്വാരത്തുകൂടി കടന്നുപോകുന്ന ഓറോവിൽ ക്വിൻസി റോഡിൽ റോജേഴ്സ് കൗ ക്യാമ്പ് ഏരിയ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ അന്നേ ദിവസം വൈകുന്നേരം ജോസഫ് ഷോൺസ് എന്ന മധ്യവയസ്കൻ തൻ്റെ വെക്കേഷൻ ക്യാബിനിൽ വിശ്രമിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്നും അടുത്തപ്പോൾ ഏതാണ്ട് 5:30 അയാൾ തൻ്റെ ഫോക്സ് വാഗൺ ബീറ്റിൽ കാറും എടുത്ത് റോഡിലേക്ക് ഇറങ്ങി. ഓറോവിൽ ക്വിൻസി റോഡിലൂടെ കുറച്ചു ദൂരം ചെല്ലുമ്പോൾ മൗണ്ടൻ ഹൗസ് എന്നു പേരുള്ള ഒരു ബാറുണ്ട്. അവിടെ കയറി അയാളൊരു ബിയർ ഓർഡർ ചെയ്തു. അതും നുണഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഷോൺസിൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നിയത്. മുന്നിൽ കാണുന്ന ബക്സ് ലേക്ക് ഏരിയയിലേക്ക് നീളുന്ന മലമ്പാതയിലൂടെ ഒരു ഡ്രൈവിന് പോകാം. ആ വീക്കെൻഡിൽ അയാളുടെ കുടുംബം ഇയാളുടെ അടുത്തേക്ക് വെക്കേഷൻ ചെലവിടാൻ വരുന്നുണ്ട്. മലമുകളിലെ മഞ്ഞിൽ സ്കീ ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് അയാൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. മഞ്ഞ് എവിടെ വരെ വീണ് കിടപ്പുണ്ട്, എത്ര ദൂരം കാറിൽ പോകാം എന്നൊക്കെ ഒന്ന് നോക്കി മടങ്ങി വരാം എന്ന് അയാൾ കരുതി. എന്നാൽ അന്ന് വൈകുന്നേരത്തെ ആ ഡ്രൈവ് ജോസഫ് ഷോൺസിന് നൽകാനിരുന്നത് ജീവിതത്തിൽ ഒരിക്കലും അയാൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. അയാൾ കഷ്ടിച്ചൊരു 7-8 മൈൽ മല കയറി പോയതേയുള്ളൂ. അപ്പോഴേക്കും റോഡിന് ഇരുവശത്തുമായി സാമാന്യം നല്ല തോതിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടു തുടങ്ങി. വന്ന കാര്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മടങ്ങിപ്പോയേക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചു തീരും മുമ്പ് തന്നെ തൊട്ടുമുന്നിലെ റോഡിൽ ഉറഞ്ഞു കിടന്ന മഞ്ഞിലേക്ക് അയാൾ തൻ്റെ കാർ ഓടിച്ച് കയറ്റി കഴിഞ്ഞിരുന്നു. അടുത്ത നിമിഷം തന്നെ അയാൾ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടിയെങ്കിലും അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. മുന്നോട്ടോ പിന്നോട്ടോ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അയാളുടെ കാറിൻ്റെ ടയറുകൾ മഞ്ഞിൽ പുതഞ്ഞു പോകുന്നു. ആക്സിലറേറ്ററിൽ പലതവണ കാലമർത്തി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഐസ് മൂടിക്കിടന്ന ആ റോഡിൽ കാറിൻ്റെ ടയറുകൾ കിടന്ന് കറങ്ങിയതല്ലാതെ വണ്ടി ഒരടി പോലും മുന്നോട്ടോ പിന്നോട്ടോ അനങ്ങുന്നില്ല. എത്ര വലിയ അപകടത്തിലേക്കാണ് ഷോൺസ് ചെന്ന് കയറിയിരിക്കുന്നത് എന്ന് ഓർക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4400 അടി ഉയരത്തിൽ സിയറ നെവാഡയിലെ പ്ലൂമാസ് നാഷണൽ ഫോറസ്റ്റ് എന്ന ഘോര വനത്തിനുള്ളിൽ വളരെ അപൂർവമായി മാത്രം വണ്ടികൾ കടന്നു പോകുന്ന ആ വിജനമായ മലമ്പാതയിൽ വളരെ വേഗം ഇരുൾ വീണുകൊണ്ടിരുന്ന ആ സന്ധ്യാസമയത്ത് അയാൾ ഒറ്റയ്ക്ക് കുടുങ്ങിപ്പോന്നു. നോക്കി നിൽക്കെ ആ പ്രദേശമാകെ കട്ട ഇരുട്ടു പരന്നു. ചുറ്റിനും ചൂഴ്ന്നു നിൽക്കുന്ന കൊടുങ്കാട്. ആ വിജനതയിൽ ആകെ കേൾക്കാവുന്നത് ചീവീടുകളുടെ ശബ്ദം മാത്രം, കാണാവുന്നത് ബീറ്റിൽ കാറിന്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന വെട്ടം മാത്രം. ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഇറങ്ങി വണ്ടി തള്ളണം. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഷോൺസ് തന്നാലാവും വിധത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അങ്ങനെ ഏകദേശം അരമണിക്കൂർ പിന്നിട്ട് കാണണം. വണ്ടി തള്ളുന്നതിൻ്റെ ഇടയ്ക്ക് ഷോൺസിൻ്റെ ഇടനെഞ്ചിൽ കൊളുത്തി പിടിക്കുന്ന പോലൊരു വേദന അനുഭവപ്പെട്ടു തുടങ്ങി. ഒപ്പം ഛർദ്ദിക്കാനുള്ള തോന്നലും ശക്തമായി. തനിക്ക് ഹൃദയാഘാതം വരികയാണ് എന്ന് അയാൾക്ക് തോന്നി. പുറത്തെ ആ തണുപ്പിൽ ഭയപ്പെടുത്തുന്ന വനവിജനതയിൽ മഞ്ഞിൽ പൂണ്ടുപോയ കാറിനരികിൽ നിൽക്കുമ്പോൾ അയാൾ വല്ലാതെ നിസ്സഹായനായി. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? എങ്ങനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തി അടിയന്തര ചികിത്സ തേടും? അയാൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. പുറത്തെ തണുപ്പ് അസഹ്യമായതോടെ അയാൾ വണ്ടിക്കുള്ളിലേക്ക് തിരികെ കയറി എൻജിൻ സ്റ്റാർട്ടാക്കി ഉള്ളിലെ ഹീറ്റർ ഓൺ ചെയ്ത് ശരീരം ചൂടാക്കി നിർത്താൻ ശ്രമിക്കുന്നു. അടുത്ത 1 മണിക്കൂർ നേരം ഷോൺസ് ചെലവിടുന്നത് ബോധാബോധങ്ങൾക്കിടയിൽ ചാഞ്ചാടിയും തണുത്തു വിറച്ചും ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിച്ചുമാണ്. ഏതാണ്ട് 11 മണി അടുപ്പിച്ച് വിചിത്രമായി എന്തോ ശബ്ദം കേട്ട് ഷോൺസ് മയക്കം വിട്ടുണർന്നു. ആരോ ഏതോ വളർത്തുനായി വിളിക്കും മട്ടിലുള്ള ഒരു വിസിലടി ശബ്ദമായിരുന്നു അത്. ഫോഗടിച്ചു മങ്ങിയ ഫ്രണ്ട് ഗ്ലാസിനുള്ളിലൂടെ അങ്ങ് ദൂരെയായി ഒരു കാറിൻ്റെ 2 ഹെഡ്ലൈറ്റുകളും അടുത്തടുത്ത് വരുന്ന മങ്ങിയ ചില ആൾ രൂപങ്ങളും അയാൾ കണ്ടു. പ്രതീക്ഷയുടെ കരിന്തിരിവട്ടം കൺമുന്നിൽ കണ്ടതും അതുവരെയുള്ള ക്ഷീണവും മൗഢ്യവും ഒക്കെ വെടിഞ്ഞ് ഷോൺസ് പിടഞ്ഞെഴുന്നേറ്റു.
വിൻഡോ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് തലയിട്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, എന്നെ ഒന്ന് രക്ഷിക്കണേ. അയാളുടെ ആ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടതും ആൾരൂപങ്ങൾ പെട്ടെന്ന് നടത്തം നിർത്തി തിരിഞ്ഞു നിന്നു. ശേഷം ഒരക്ഷരം മിണ്ടാതെ, അയാളുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കാൻ നിൽക്കാതെ തിരികെ നടന്ന് അവർ ഇരുളിൽ മറഞ്ഞു. അങ്ങ് ദൂരെയായി കണ്ട കാറിന്റെ ഹെഡ്ലൈറ്റ് വെട്ടവും അതോടെ അണഞ്ഞു. അത് കണ്ട് അമ്പരന്ന ഷോൺസ് തന്റെ വാഹനത്തിന്റെ ഹോൺ ഉറക്കെ ഉറക്കെ മുഴക്കി അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ നടന്നുപോയവരാരും തന്നെ നിന്നില്ല, അയാളുടെ അഭ്യർത്ഥനകളോട് പ്രതികരിച്ചില്ല. പിന്നീട് എപ്പോഴോ വേദന തെല്ലൊന്ന് കുറഞ്ഞ ഘട്ടത്തിൽ ഷോൺസ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തായി കണ്ട മഞ്ഞു മൂടിക്കിടന്ന ഒരു പാറപ്പുറത്തേക്ക് വലിഞ്ഞു കയറുന്നു. അങ്ങ് ദൂരേക്ക് ഏന്തി വലിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു റോഡ് അയാൾക്ക് കാണുന്നുണ്ടായിരുന്നു. അവിടെ 2 വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു സെഡാൻ കാറും ഒരു പിക്കപ്പ് ട്രക്കുമാണ് അതെന്ന് അയാൾക്ക് തോന്നി. ഇരുളിനെ തുളച്ചു വന്ന അവയുടെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ആ വണ്ടിക്കടുത്ത് ആരൊക്കെയോ നിൽക്കുന്നതോ നടക്കുന്നതോ ഒക്കെയായി അയാൾക്ക് തോന്നി. അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം ഉണ്ടായിരുന്നതായി തനിക്ക് തോന്നിയെന്നും ഷോൺസ് പിന്നീട് പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട്. അയാൾ നോക്കി നിൽക്കെ അവിടെ കണ്ട ആളുകളൊക്കെയും ഒന്നൊന്നായി ആ പിക്കപ്പ് ട്രക്കിനുള്ളിലേക്ക് കയറുന്നു. പതുക്കെ ആ വാഹനം രാത്രിയുടെ ഇരുട്ടിലേക്ക്, ആ കൊടുങ്കാടിനുള്ളിലേക്ക് അപ്രത്യക്ഷമാകുന്നു. പിന്നെയും കാത്തിരിപ്പിന്റെ ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ. ഏതാണ്ട് 2 മണിയോടെ ഷോൺസിന്റെ കാറിലെ പെട്രോൾ തീർന്നു പോകുന്നു. അതോടെ ആ മഞ്ഞത്ത് ജീവനോടെ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പും തന്നെ വിട്ടുപോയി എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഇനിയും ഇങ്ങനെ ആ കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നേരം വെളുക്കും മുമ്പ് തന്നെ താൻ തണുത്തു മരവിച്ച് മരിച്ചു പോയേക്കുമെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അയാൾ സർവ്വശക്തിയും സംഭരിച്ച് കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. മഞ്ഞു മൂടിക്കിടന്ന ആ മലമ്പാതയിലൂടെ തിരികെ നേരത്തെ ബിയറടിച്ച മൗണ്ടൻ ഹൗസ് ബാർ ലക്ഷ്യമിട്ട് നടന്നു തുടങ്ങി. ഷോൺസിന്റെ കാറ് കുടുങ്ങിയിടത്തു നിന്ന് ചുരുങ്ങിയത് 7 മൈലെങ്കിലും അകലെയാണ് ആ ബാർ. ആ ദിശയിൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ റോഡിൽ നേരത്തെ പാറപ്പുറത്തു നോക്കിയപ്പോൾ കണ്ട അതേ സെഡാൻ കാർ അയാൾ കണ്ടു. അതൊരു 1969 മോഡൽ ടർക്കോയിസ് വൈറ്റ് കളറിലുള്ള മെർക്കുറി മൊണ്ടഗോ കാർ ആയിരുന്നു. ഏറെ പ്രതീക്ഷയോടെ അയാൾ അതിന്റെ ഹാൻഡിലിൽ പിടിച്ചു വലിച്ചു. ഡോർ തുറന്നതും ഉള്ളിലെ ലൈറ്റ് കത്തി. ആ കാറിനുള്ളിൽ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കീറിപ്പറഞ്ഞ സീറ്റുകൾ, ചിതറിക്കിടക്കുന്ന കടലാസ് കഷ്ണങ്ങൾ. ആകെ മൊത്തം പന്തിയല്ല എന്ന് കണ്ടപ്പോൾ കാറിന്റെ ഡോർ അടച്ച് ഷോൺസ് തന്റെ നടത്തം തുറന്നു. അടുത്ത ദിവസം രാവിലെ ഏതാണ്ട് 10 മണി ആയപ്പോഴേക്കും വെച്ച് നടന്ന് ഫ്രോസ്റ്റ് ബൈറ്റ് പറ്റി കുഴഞ്ഞു വീഴുന്ന പരുവത്തിന് ഷോൺസ് ആ ബാറിന്റെ ഗേറ്റിന് മുന്നിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഐറീൻ ഐക്കോക്ക് എന്ന സ്റ്റീവാർഡസ് നോക്കി നിൽക്കെ ഷോൺസ് അവിടുത്തെ ഒരു ബാർ സ്റ്റൂളിന്റെ മുകളിലേക്ക് മോഹാലസ്യപ്പെട്ട് വീണു പോകുന്നു. മുഖത്ത് വെള്ളം തളിച്ച് അവർ അയാളെ എഴുന്നേൽപ്പിച്ചപ്പോൾ പരിക്ഷീണമായ കുഴിയിലാണ്ടുപോയ കണ്ണുകളോടെ അയാൾ തലേന്ന് രാത്രിയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ആരെയും ഭയപ്പെടുത്തുന്ന വിചിത്ര അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ജോസഫ് ഷോൺസ് എന്ന മനുഷ്യന് അപ്പോൾ അറിയാതിരുന്നൊരു കാര്യം, തലേന്ന് രാത്രി ആ മലമുകളിലെ കൊടുങ്കാടിന് നടുവിലെ ആളൊഴിഞ്ഞ വഴിയിലെ ഇരുട്ടിൽ താൻ കടന്നുപോയ 1969 ടെർക്കോയിസ് വൈറ്റ് മെർക്കുറി മൊണ്ടഗോ കാർ യൂബ കൗണ്ടിയിൽ നിന്ന് അന്നേ ദിവസം കാണാതായ 5 യുവാക്കൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്നതാണ്. തികച്ചും അവിചാരിതമായി അയാൾ നടത്തിയ കണ്ടെത്തൽ കുപ്പി തുറന്ന് പുറത്തുവിടുന്നത് അമേരിക്കൻ ചരിത്രത്തിൽ ഇന്നും ചുരുളഴിയാതെ തുടരുന്ന ഒരു വൻ നിഗൂഢതയുടെ ഭൂതത്തെയാണ്. അമേരിക്കയിലെ മഞ്ഞു മൂടിക്കിടന്ന ഒരു കൊടുങ്കാടിനുള്ളിലേക്ക് വഴിയറിയാതെ ചെന്നു കയറിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 5 യുവാക്കൾക്ക് നേരിടേണ്ടി വന്ന ദുര്യോഗങ്ങളുടെ കഥ. യൂബ കൗണ്ടി മിസ്സിംഗ് 5 എന്ന പേരിൽ വാർത്തകളിലും പിന്നീട് ഇങ്ങോട്ടുള്ള കാലിഫോർണിയയുടെ ചരിത്രത്തിലും ഫോക്ലോറിലും വരെ ഇടം പിടിച്ച ആ തിരോധാനത്തെ ചുറ്റിപ്പറ്റി ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എണ്ണമറ്റ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ദ യൂബ കൗണ്ടി മിസ്സിംഗ് 5 എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ച ഈ കൂട്ടത്തിരോധാനം നടക്കുന്നത് കാലിഫോർണിയയിലെ ഒന്നിലധികം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ആ സ്ഥലങ്ങളെ മാപ്പിൽ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. സാക്രമെന്റോ മെട്രോപൊളിറ്റൻ സിറ്റിക്ക് 40 മൈൽ വടക്കായി ഭൂപടത്തിൽ ഇത് ഈ കാണുന്നതാണ് യൂബ കൗണ്ടി. അവിടെ നിന്ന് ഏതാണ്ട് 50 മൈൽ വടക്ക് കിടക്കുന്ന ചിക്കോ പട്ടണമാണ് നിർണായകമായ മറ്റൊരു സ്ഥലം.
ഇതേ മാപ്പിൽ ഓറോവിൽ സിറ്റിക്ക് വടക്കായി കിടക്കുന്ന സിയറ നെവാഡ മലനിരകളിലെ പ്ലൂമാസ് നാഷണൽ ഫോറസ്റ്റിനുള്ളിലാണ് ഇവരെ മഞ്ഞിൽ കാണാതെ പോകുന്നത്. ഈ കേസിനെ കുറെ കൂടി നന്നായി മനസ്സിലാക്കണമെങ്കിൽ കാണാതായ 5 പേരെ കുറിച്ചുമുള്ള കുറെ കൂടി വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ 5 പേരും കഴിഞ്ഞിരുന്നത് യൂബ കൗണ്ടിയിലാണ്. പേരുകൾ നോക്കുകയാണെങ്കിൽ ടെഡ് വയർ, ജാക്ക് ഹ്യൂവറ്റ്, ബിൽ സ്റ്റെർലിംഗ്, ജാക്ക് മഡ്രൂഗ, ഗാരി മത്തിയാസ് എന്നിങ്ങനെയാണ്. അവർ 5 പേരും തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അവരെ നാട്ടുകാരെ വിളിച്ചിരുന്നത് ദ ബോയ്സ് എന്ന ചെല്ലപ്പേരിലാണ്. അമേരിക്കയിലെ പതിവിന് വിരുദ്ധമായി പ്രായപൂർത്തിയായി അല്ലറച്ചില്ലറ ജോലികളൊക്കെ ചെയ്യുന്നവരായിരുന്നിട്ടും അച്ഛനമ്മമാർക്കൊപ്പം തന്നെ കഴിയുന്ന മുതിർന്നവരായിരുന്നു ഈ 5 പേരും. സ്പോർട്സിൽ, വിശേഷിച്ച് ബാസ്കറ്റ് ബോളിൽ അസാമാന്യ കമ്പമുള്ളവർ. ആദ്യത്തെ 4 പേരും ചെറുപ്പം തൊട്ട് തന്നെ തമ്മിൽ പരിചയമുള്ള കൂട്ടുകാരായിരുന്നുവെങ്കിൽ മത്തിയാസ് ആ ഗ്യാങ്ങിലെ ന്യൂകമർ ആയിരുന്നു എന്ന് പറയാം. ഗേറ്റ് വേ പ്രൊജക്ട്സ് എന്ന NGO പ്രദേശത്തെ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാക്കളെ പങ്കെടുപ്പിച്ചുണ്ടാക്കിയ ഗേറ്റ് വേ ഗേറ്റേഴ്സ് എന്ന ബാസ്കറ്റ്ബോൾ ടീമിലും ഇവർ അംഗങ്ങളായിരുന്നു. അവരുടെ ടീം ഫെബ്രുവരി 25-ാം തീയതി സാക്രമെന്റോയിൽ വെച്ച് നടത്താനിരുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിലെ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അതിൽ ജയിച്ചു കയറുന്ന ടീമിന് ലോസ് ഏഞ്ചലസിൽ വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത കിട്ടും. ഡിസ്നിലാൻഡിലേക്കുള്ള ഒരു ട്രിപ്പ് കൂടി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ 5 പേരും കാര്യമായി തന്നെ ആ മത്സരത്തെ കണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. ഒന്നാമൻ ജാക്ക് ഹ്യൂവറ്റിന് പ്രായം 24 വയസ്സ്. ആ 5-അംഗ സംഘത്തിലെ ഏറ്റവും ചെറുപ്പക്കാരൻ. ശാന്ത സ്വഭാവിയായിരുന്നു ജാക്ക്. ആകെ മൊത്തം ഒരു ഉൾവലിഞ്ഞ പ്രകൃതം. വളരെ അപൂർവമായി മാത്രമേ അവൻ സംസാരിച്ചിരുന്നുള്ളൂ. സാമാന്യം പ്രകടമായൊരു സ്പീച്ച് ഇംപെഡിമെന്റ് ഉള്ള കൂട്ടത്തിലായിരുന്നു ജാക്ക്. അവൻ എഴുതാനോ വായിക്കാനോ കഴിവില്ലായിരുന്നു. ജാക്കിന് ഫോൺ ചെയ്യുന്നതും ഇഷ്ടമല്ലായിരുന്നു. ഒരുപാട് നേരം അവൻ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിച്ചിരുന്നില്ല. വീട്ടിൽ നിന്ന് അധികം ദൂരെ പോകുന്നത് അവന് ഇഷ്ടമേ അല്ല. വീട്ടിലല്ലാതെ ഒരിടത്ത് ഓവർനൈറ്റ് തങ്ങുന്നത് ആലോചിക്കാൻ പോലും ജാക്കിന് കഴിഞ്ഞിരുന്നില്ല. ഇഷ്ടമുള്ളവർ പറയുന്നതനുസരിച്ച് അവരുടെ കൂടെ അങ്ങനെ പോകുന്ന സ്വഭാവക്കാരനായിരുന്നു അവൻ. കഴിഞ്ഞ 4-5 വർഷമായി അവൻ ഗേറ്റ് വേ പ്രൊജക്ട്സിന്റെ ഭാഗമാണ്. ആ 5 പേരിൽ ഏറ്റവും കൂടുതൽ ബൗദ്ധിക പരിമിതി നേരിട്ടിരുന്നത് ജാക്കാണ് എന്നാണ് അവൻ്റെ അച്ഛൻ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരുന്നത്. രണ്ടാമൻ ടെഡ് വയറിന് പ്രായം 32. ഗ്രൂപ്പിലെ ബിഗ് ബ്രദർ. ഒരു സ്ലോ ലേണർ ആയിരുന്നുവെങ്കിലും അയാൾ ആളുകളോട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന പ്രകൃതം. ചിലപ്പോൾ ഒരു ബേബി ലൈക്ക് ഡിപ്പെൻഡൻസിയൊക്കെ കാണിച്ചിരുന്നുവെങ്കിലും കൂട്ടത്തിൽ ഏറ്റവും ശാന്തനും ടെഡ് തന്നെ ആയിരുന്നു. ലേശം ഷോർട്ട് ടെമ്പേർഡ് കൂടി ആയിരുന്നു അയാൾ. എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. അത്യാവശ്യം കണക്ക് കൂട്ടാനും നിശ്ചയമുണ്ട് ടെഡിന്. മേൽനോട്ടത്തിന് ഒരാളുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യാനുള്ള കഴിവൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷെ ടെഡിന് ഇരുട്ടിന് ഭയമായിരുന്നു. കൂടെ ആളില്ലാതെ രാത്രി അവൻ പുറത്തിറങ്ങുമായിരുന്നില്ല. ഡയറക്ഷൻ സെൻസിന്റെ കാര്യത്തിലും ടെഡ് വളരെ മോശമാണ്. എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ അവന് വഴി തെറ്റുമായിരുന്നു. മറ്റു ചില ബിഹേവിയറൽ ഇഷ്യൂസ് കൂടി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ടെഡ്. ഉദാഹരണത്തിന് ട്രാഫിക്കിൽ റെഡ് ലൈറ്റ് കത്തുമ്പോൾ എന്തിനു വണ്ടി നിർത്തണമെന്ന് അവന് മനസ്സിലായിരുന്നില്ല. അതുപോലെ മുമ്പൊരിക്കൽ അവൻ താമസിച്ചിരുന്ന വീടിന് തീപിടിച്ചപ്പോൾ ഉറങ്ങണമെന്നുള്ളത് കൊണ്ട് ആ വീടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടാൻ വിസമ്മതിച്ചൊരു ചരിത്രവും അവനുണ്ട്. ഒടുവിൽ അന്ന് തീ പൂർണ്ണമായും വീടിനെ ആവേശിക്കുന്നതിന് മുമ്പ് അവനെ ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കേണ്ടി വന്നു എന്ന് വീട്ടുകാർ ഓർക്കുന്നു. ഒരിക്കൽ വിശേഷിച്ചൊരു കാരണവുമില്ലാതെ $100 പെൻസിൽ വാങ്ങിക്കൂട്ടിയും അവൻ വീട്ടുകാരെ ഞെട്ടിച്ചിരുന്നു. ഇടക്കാലത്ത് അവനൊരു ലോക്കൽ സ്നാക്ക് ബാറിൽ ക്ലർക്കും ജാനിറ്ററുമൊക്കെയായി ജോലി നോക്കിയിരുന്നുവെങ്കിലും മറ്റുള്ളവർക്ക് അവൻ്റെ പെരുമാറ്റത്തിൽ അസംതൃപ്തി തോന്നി ഒടുവിൽ ആ ജോലി മതിയാക്കേണ്ടി വന്നിരുന്നു. ഹി വാസ് നൈദർ എ ഫോളോവർ നോർ എ ലീഡർ. ഈ ജാക്ക് ഹ്യൂവറ്റും ടെഡ് വയറും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ തമ്മിൽ കഴിഞ്ഞ 8 വർഷത്തെ പരിചയമുണ്ടായിരുന്നു. എവിടെ പോയാലും ഒരുമിച്ച് പോകുന്ന പ്രകൃതക്കാരായിരുന്നു അവർ 2 പേരും. ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങളിൽ ജാക്കിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ടെഡ് ആണ്. മൂന്നാമൻ ഡോക്ക് എന്ന ചെല്ലപ്പേരിൽ അടുപ്പമുള്ളവർ വിളിച്ചിരുന്ന ജാക്ക് മഡ്രൂഗയ്ക്ക് 30 വയസ്സായിരുന്നു പ്രായം. സ്വതവേ ലജ്ജാലുവായ ഒരു ഏകാഗി. അവന് മാനസിക വെല്ലുവിളിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ തോട്ട് പ്രോസസ്സ് ഒരല്പം പതുക്കെ ആയിരുന്നു എന്നാണ് വീട്ടുകാരുടെ അഭിപ്രായം. ഒരു ലോക്കൽ ഫ്രൂട്ട് കമ്പനിയിൽ ഡിഷ് വാഷറായിട്ട് ജോലി ചെയ്തിരുന്ന അവൻ സ്വന്തം ചെലവ് നോക്കുകയും അമ്മയ്ക്ക് വാടകയുടെ ഒരു അംശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. സൈന്യത്തിൽ 2 വർഷത്തോളം ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാനും ജാക്കിന് അവസരമുണ്ടായിട്ടുണ്ട്. മകനൊരു ലീഡറൊന്നും അല്ലായിരുന്നു. അങ്ങനെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റിയും അവനില്ലായിരുന്നു എന്ന് അമ്മ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്. നാലാമൻ ബിൽ സ്റ്റെർലിംഗിന് പ്രായം 29 വയസ്സായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ്ഹുഡ് സിൻഡ്രം ഉണ്ടായിരുന്നു അവൻ്റെ ചെറുപ്പത്തിൽ. എന്തെങ്കിലും ചെയ്യാനൊരുങ്ങി പുറപ്പെട്ടാൽ പിന്നെ ആരെങ്കിലും ഇടയ്ക്ക് കയറി ഇടപെടുന്നത് അവന് ഇഷ്ടമല്ല. ആൾ വയലന്റ് ആകും. മറ്റുള്ളവരുമായി ഇടപഴകുന്ന കാര്യത്തിൽ പക്ഷേ അവൻ മിടുക്കനായിരുന്നു. അവൻ്റെ ഉറ്റ സുഹൃത്ത് ജാക്ക് മെഡ്രൂഗയായിരുന്നു. സ്വതവേ അങ്ങനെ അക്രമത്തിനൊന്നും മുതിരാത്ത ഒരു പ്രകൃതം. എന്നാൽ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അതിനെ ചെറുക്കാനുള്ള ശേഷിയും അവനുണ്ട്. ഹൈസ്കൂൾ വരെ പഠിച്ച ബില്ലിന് ഇടയ്ക്ക് ചില്ലറ ജോലികളൊക്കെ കിട്ടിയിരുന്നുവെങ്കിലും അവൻ്റെ സ്ലോ തിങ്കിങ് കാരണം പലരും അവനെ മുതലെടുത്തിരുന്നു എന്ന് അച്ഛനമ്മമാർ പറയുന്നുണ്ട്.
നൈദർ എ ഫോളോവർ നോർ എ ലീഡർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളായിരുന്നു ബിൽ സ്റ്റെർലിങ്ങും. ബില്ലും മെഡ്രോഗയും വളരെ വേഗത്തിൽ നടക്കാൻ ശേഷിയുള്ളവരായിരുന്നു എന്ന് ബില്ലിൻ്റെ അമ്മ പിന്നീട് പറയുന്നുണ്ട്. ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമാൻ ബിൽ ആയിരുന്നുവെന്ന് അവരുടെ ബാസ്കറ്റ്ബോൾ കോച്ചിന്റെ സാക്ഷ്യവുമുണ്ട്. എന്നാൽ അതിനു മാത്രം മടിയനുമായിരുന്നു ബിൽ എന്നും അദ്ദേഹം തന്നെ പറയുന്നു. കൂട്ടത്തിൽ 5-ാമൻ ഗാരി മത്യാസിന് പ്രായം 25 വയസ്സായിരുന്നു. ആദ്യം പറഞ്ഞ 4 പേരും ആധുനിക വൈദ്യശാസ്ത്രം ഇന്റലക്ച്വലി ഡിസേബിൾഡ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന, അതായത് ബൗദ്ധിക വൈകല്യങ്ങൾ നേരിടുന്നവരായിരുന്നുവെങ്കിൽ മത്യാസിന്റെ പ്രശ്നം പാരനോയിഡ് ഷിസോഫ്രീനിയ ആയിരുന്നു. 1972-73 കാലത്ത് അവൻ അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഷിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ശേഷം അവർ അവനെ മെഡിക്കലി ഡിസ്ചാർജ് ചെയ്യുകയാണ് അന്നുണ്ടായത്. സൈന്യത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവനുമേൽ മയക്കുമരുന്ന് സേവിച്ചു എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരല്പം വയലന്റ് ആയിട്ടുള്ളയാൾ ഗാരിയാണ് എന്ന് പറയാം. സീരിയസ് ആയിട്ടുള്ള പല ക്രൈമുകളിലും മുൻപ് അവൻ ചെന്ന് പെട്ടിട്ടുണ്ട്. എന്നാൽ കാണാതെ ആവുന്നതിന് 2 വർഷം മുമ്പ് അവൻ ഷിസോഫ്രീനിയക്കുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങുകയും അത് അവൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നുവെന്നും പറയപ്പെടുന്നു. ചുരുക്കത്തിൽ കൂട്ടത്തിൽ ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ഫിഫ്ത്ത് വീൽ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഗാരി മത്യാസ് ആണ്. ഇവർ 5 പേരും കൂടി ഒരുമിച്ച് കൂടിയാൽ എങ്ങോട്ട് പോകണം, ആരെന്ത് ചെയ്യണം എന്നതിലൊക്കെ തീരുമാനമെടുക്കുന്നതും മിക്കവാറും മത്യാസ് ആയിരുന്നുവെന്നും അവരെ അറിയുന്നവർ പറയാറുണ്ട്. ഈ മത്യാസിനും പിന്നെ മഡ്രൂഗയ്ക്കും മാത്രമാണ് കൂട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നത്. ഈ 5 പേരെയും കാണാതായതിനു മുമ്പും കാണാതായ നേരത്തും കാണാതായ ശേഷവും നടന്ന സംഭവങ്ങൾ പിന്നീട് പല അന്വേഷകരും ഊഹിച്ചെടുക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന സാക്ഷികളുമായി നടന്നിട്ടുള്ള പോലീസ് ഇൻ്റർവ്യൂകളിലൂടെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഒരു ഏകദേശ സംഗ്രഹം ഇനി പറയും പ്രകാരമാണ്. കാണാതാവുന്ന ദിവസം വൈകിട്ട് ഏതാണ്ട് 6 മണിയോടെ ഈ 5 പേരും അവരുടെ പ്രിയപ്പെട്ട ടീമായിട്ടുള്ള UC ഡേവിസിൻ്റെ ബാസ്കറ്റ്ബോൾ മാച്ച് കാണാൻ വേണ്ടിയാണ് യൂബ കോണ്ടിക്ക് 46 മൈൽ വടക്ക് കിടക്കുന്ന ചിക്കോ ടൗണിലേക്ക് പോകുന്നത്. അത് UC ഡേവിസ് ടീമിൻ്റെ ആ സീസണിലെ അവസാനത്തെ ഗെയിമായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം അവരുടെ സ്വന്തം ടീമിന് വലിയൊരു മത്സരം ഉണ്ടായിരുന്നിട്ടും അവർ 5 പേരും രാത്രി ഏറെ വൈകിയും ഈ മത്സരം കണ്ട് തങ്ങളുടെ ഇഷ്ട ടീമിനെ ചിയർ ചെയ്യാൻ വേണ്ടി ചെലവിടാൻ തീരുമാനിച്ചു. ജാക്ക് മെഡ്രൂഗ തൻ്റെ 1969 ടെർക്കോയ്സ് വൈറ്റ് മെർക്കുറി മൊണ്ടഗോ കാറിലെത്തി ബാക്കി 4 പേരെയും ഒന്നൊന്നായി പിക്ക് ചെയ്താണ് അവർ അന്ന് ആ യാത്ര പുറപ്പെടുന്നത്. ആദ്യം പിക്ക് ചെയ്യുന്നത് ബിൽ സ്റ്റെർലിങ്ങിനെയാണ്. ഇവർ 2 പേരെയും അവസാനമായി ആ കാറിൽ കാണുന്നത് വൈകുന്നേരം 6 മണി അടുപ്പിച്ച് ബിൽ സ്റ്റെർലിങ്ങിന്റെ അമ്മയാണ്. കാറിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേർ. അപ്പോൾ പെട്രോൾ അടിച്ച ശേഷം മെഡ്രൂഗയും സ്റ്റെർലിങ്ങും കൂടി ചെന്ന് ടെഡ് വയറിനെയും ഗാരി മത്യാസിനെയും പിക്ക് ചെയ്യുന്നു. 6:30 അവർ ഹ്യൂറ്റിനെ കൂടി പിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏതാണ്ട് 6:45 ഇവർ 5 പേരും ഹൈവേ 99ലേക്ക് കയറി ചിക്കോ ലക്ഷ്യമിട്ട് പാഞ്ഞു പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഈ 5 യുവാക്കളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെയുള്ള യാത്രകൾ നടത്താൻ ശേഷിയുള്ളവരല്ലായിരുന്നു. എന്നാൽ ഇവർ 5 പേരും കൂടി ഒരുമിച്ച് കൂടി മുമ്പും UC ഡേവിസ് മത്സരങ്ങൾക്കും സ്വന്തം ടീമിൻ്റെ ടൂർണമെൻറ്റുകൾക്കുമൊക്കെ ആയി ചിക്കോ ടൗൺ വരെ പോയി കുഴപ്പമൊന്നുമില്ലാതെ തിരികെ വന്നിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് വരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇവരിൽ നിന്നുണ്ടായിട്ടുമില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർ ഇത്തവണയും അവരെ കാറിൽ പോകാൻ അനുവദിച്ചു. അടുത്ത ദിവസം സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ ക്വാളിഫയർ മത്സരം കളിക്കാനുണ്ടായിരുന്നത് കൊണ്ട് അവർ വേറെ പ്ലാനൊന്നും ഇടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. രാത്രി ഏതാണ്ട് 7:45 മണിയോടെ ആ മത്സരം തുടങ്ങി. ഈ സമയത്ത് അവരുടെ പെരുമാറ്റത്തിൽ വിശേഷിച്ച അപാകതയൊന്നും കണ്ടതായി അവിടെ ആരും ഓർക്കുന്നില്ല. രാത്രി 9:50 മാച്ച് അവസാനിക്കുന്നു. UC ഡോഗ്സ് 98-86 മത്സരം ജയിക്കുകയും ചെയ്തു. മത്സരം അവസാനിച്ച സമയത്ത് ആ പിള്ളേരെ സ്റ്റേഡിയത്തിൽ കണ്ടവരുണ്ട്. മാച്ച് കണ്ട് അരീനയിൽ നിന്നിറങ്ങി രാത്രി 9:55 അടുപ്പിച്ച് ഇവർ ചിക്കോ ടൗൺ 8th and പൈൻ സ്ട്രീറ്റിലെ ബഹേഴ്സ് മാർക്കറ്റ് എന്നു പേരുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങൾ വാങ്ങിയതിന് അവിടുത്തെ കാഷ്യർ സ്ത്രീ സാക്ഷിയാണ്. ഇഷ്ടം പോലെ ജങ്ക് ഫുഡ് വാങ്ങിയാണ് അവർ അന്ന് രാത്രി ആ സൂപ്പർ മാർക്കറ്റ് വിട്ടിറങ്ങിയത് എന്നും അപ്പോൾ ഈ 5 പേരും തികഞ്ഞ സന്തോഷത്തിലായിരുന്നുവെന്നും അവർ ഓർക്കുന്നുണ്ട്. ഇനിയാണ് കാര്യങ്ങൾ തിരിയാൻ തുടങ്ങുന്നത്. കളി കഴിഞ്ഞ് വയറു നിറയെ ഭക്ഷണവും വാങ്ങിക്കഴിച്ച് ഇവർ 5 പേരും തങ്ങളുടെ കാറിൽ ഹൈവേ 99 ഹൈവേ 70 വഴി തിരികെ യൂബ കൗണ്ടിയിൽ മടങ്ങി എത്തുമെന്നാണ് സ്വാഭാവികമായിട്ടും നമ്മൾ കരുതേണ്ടത്. തെക്കോട്ട് വീടിൻ്റെ ഡയറക്ഷനിൽ വണ്ടി ഓടിക്കേണ്ടതിന് പകരം അവർ കിഴക്ക് ദിക്കിലേക്ക് ഒരു ഡീടൂർ എടുക്കുന്നു. ഓറോവിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായി അവർ ഹൈവേ 70യിൽ നിന്ന് ഓറോവിൽ ക്വിൻസി റോഡിലേക്ക് തിരിഞ്ഞ് പ്ലൂമാസ് നാഷണൽ ഫോറസ്റ്റിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുപോയി. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ആ റോഡ് അവസാനിച്ചു. അവിടെ നിന്നും മുന്നോട്ട് കിടന്നിരുന്ന ചെളി പുരണ്ട മൺപാതയിലൂടെ ആ കാർ അതിൻ്റെ യാത്ര തുടർന്നു. ഒടുവിൽ അത് മഞ്ഞിൽ പുതഞ്ഞുപോയി. അവർ ആ കാടിനുള്ളിൽ കുടുങ്ങിപ്പോയി. മലമുകളിലേക്ക് പോയ ആ കാറിനോ അതിലെ യാത്രക്കാർക്കോ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിവരങ്ങളും പിന്നീട് ഇതുവരെ ലഭ്യമായിട്ടില്ല.
അതേപ്പറ്റി പല സോഴ്സുകളും പറയുന്ന കഥകൾ പലതും കെട്ടുകഥകളും പോലീസ് കണ്ടെടുത്ത കാറടക്കമുള്ള തെളിവുകൾ വെച്ചുള്ള ഊഹാപോഹങ്ങളും മാത്രമാണ്. എന്തായാലും അങ്ങനെ കാറിൽ അവിടെ കാടിന് നടുവിൽ ചെന്നുവിട്ട് അധികം വൈകാതെ തന്നെ അവർ 5 പേരും ആ കാറിനുള്ളിലെ സുരക്ഷിതത്വം വിട്ട് പുറത്തേക്കിറങ്ങി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്പനേരം കഴിഞ്ഞ് ഷോൺസ് ആ കാറിനടുത്തെത്തി അതിൻ്റെ ഡോർ തുറന്നു നോക്കിയപ്പോൾ അവരെ ആരെയും അതിനുള്ളിൽ കാണാതിരുന്നത്. നേരത്തെ ബാറിൽ ബോധം കെട്ട് വീണ ഷോൺസ് ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയ ശേഷം തൻ്റെ ക്യാബിനിൽ വന്ന് വിശ്രമിച്ചു. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് ഒരല്പം ശമനം ഉണ്ടായപ്പോൾ അയാൾ വീണ്ടും മലമുകളിലേക്ക് പോയി തൻ്റെ കാറിൽ പെട്രോൾ നിറച്ച് അത് തിരികെ വീട്ടിലേക്ക് തന്നെ ഓടിച്ചു കൊണ്ടുവന്നു. തലേന്ന് രാത്രി ബാറിലേക്ക് നടന്നു വരുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞ പോലെ അയാളൊരു മെർക്കുറി സെഡാൻ കാർ കണ്ടിരുന്നുവെങ്കിലും ക്രോസ് കൺട്രി സ്കീയിങ്ങിന് വരുന്ന പലരും ഇതുപോലെ റോഡരികിൽ കാർ നിർത്തിയിട്ട് പോകാറുള്ളത് കൊണ്ട് അതിൽ അയാൾക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. അധികം വൈകാതെ തന്നെ അയാളത് മറക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം യൂബ കൗണ്ടിയിൽ ഈ 5 പേരുടെയും മാതാപിതാക്കൾ മക്കൾ രാത്രി ഏറെ വൈകിട്ടും മടങ്ങി വരാതിരുന്നപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചു പോകുന്നു. കാർ യാത്രയ്ക്കിടെ എവിടെയെങ്കിലും വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി പോക്കറ്റിൽ നമ്പറുകളും എഴുതിയിട്ടാണ് അവരെ വീട്ടുകാർ പറഞ്ഞു വിട്ടിട്ടുള്ളത്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടും ഇവരിൽ ഒരാൾ പോലും അവരവരുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തതേയില്ല. മണിക്കൂറുകൾ കടന്നുപോയി. തിരിച്ചെത്തേണ്ട നേരമായിട്ടും തങ്ങളുടെ മക്കൾ മടങ്ങി വരാതിരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ അച്ഛനമ്മമാർ സ്വാഭാവികമായിട്ടും വിഷമിക്കുന്നു. അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 25-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മേരീസ് വില്ലിൽ വെച്ച് നടക്കാനിരുന്ന സ്വന്തം ബാസ്കറ്റ്ബോൾ മത്സരത്തിനും അവർ റിപ്പോർട്ട് ചെയ്തില്ല. അന്നേ ദിവസം പകലത്രയും ഈ ചെറുപ്പക്കാരുടെ വേണ്ടപ്പെട്ടവർ മുഴുവൻ ചെലവിടുന്നത് യൂബ കൗണ്ടിയിലും ചിക്കോയിലും ചുറ്റുവട്ടത്തുമുള്ള ഹൈവേയിലൂടെയും ഒക്കെ ഇവരെ തേടി നടന്നുകൊണ്ടാണ്. ജീവിതത്തിൽ ഇന്നുവരെ വീട്ടിൽ നിന്ന് ഒരു രാത്രി പോലും മാറി നിന്നിട്ടില്ലാത്ത മക്കളാണ്. അവർക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്നൊരു ഭയം ആ രക്ഷിതാക്കളുടെ മനസ്സിൽ കുടിയേറി. 25-ാം തീയതി രാത്രി 8 മണിയോടെ ടെഡ് വെയറിൻ്റെയും ബിൽ സ്റ്റെർലിങ്ങിൻ്റെയും അമ്മമാർ അവരെ കാണാനില്ല എന്നൊരു പരാതി യൂബ കൗണ്ടി ഷെരീഫ്സ് ഓഫീസിൽ കൊടുക്കുന്നു. പരാതി കിട്ടിയതിന് പിന്നാലെ സംഗതി മെൻ മിസ്സിംഗ് കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ പ്രാദേശിക മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ കൂടി. പലരും അവരെ അവസാനമായി കണ്ട മലമുകളിലേക്ക് തങ്ങളുടെ റിപ്പോർട്ടർമാരെ പറഞ്ഞുവിട്ട് സ്റ്റോറികൾ ചെയ്യിപ്പിച്ചു. ഗവൺമെൻറ് ഒഫീഷ്യലുകൾ അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമെന്നും വിശേഷിപ്പിച്ചു. ഫെബ്രുവരി 28-ാം തീയതി ചൊവ്വാഴ്ച ഒരു ഫോറസ്റ്റ് റേഞ്ചർ ഈ കേസിൽ ഏറെ നിർണായകമായിട്ട് മാറിയ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഫെബ്രുവരി 25-ാം തീയതി, അതായത് ഈ യുവാക്കളെ കാണാതായി എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം, പ്ലൂമാസ് നാഷണൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എൽക്സ് റിട്രീറ്റിനടുത്ത് വെച്ച് ഒരു 1969 ടർക്കോയിസ് വൈറ്റ് മെർക്കുറി മൊണ്ടഗോ കാർ ഉപേക്ഷിച്ച നിലയിൽ താൻ കണ്ടിരുന്നു എന്നായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ. പോലീസ് വന്ന് ആ കാർ പരിശോധിച്ചപ്പോൾ ആ വണ്ടിക്കുള്ളിൽ തലേന്ന് അവരിരുന്ന് ആഹരിച്ച ജങ്ക് ഫുഡുകളിൽ പലതിൻ്റെയും റാപ്പറുകളും കവറുകളും കാലിക്കുപ്പികളുമൊക്കെ കണ്ടെടുത്തിരുന്നു. എന്തായാലും കാർ കണ്ടെടുത്ത സാഹചര്യത്തിൽ പോലീസിന് ഒരു സംശയം ബലപ്പെട്ടു തുടങ്ങി. ആ 5 പേരും ഈ കാർ കിടക്കുന്ന സ്ഥലത്തു നിന്ന് നടന്നാൽ എത്തിച്ചേരാനാവുന്ന ദൂരത്ത് എവിടെയോ ഉണ്ട്. പോലീസ് ഈ 5 പേരുടെയും ഫോട്ടോകൾ അടങ്ങിയ പോസ്റ്ററുകൾ പ്രദേശവാസികൾക്കിടയിൽ പ്രചരിപ്പിച്ചു. പത്രത്തിലും അവർ പരസ്യം കൊടുത്തു. അടുത്ത 5 ദിവസം പോലീസ് ടീം ആ പ്രദേശം മുഴുവനും അരിച്ചുപെറുക്കി. എന്നാൽ അവർക്ക് ഈ യുവാക്കളെ കണ്ടെത്തുന്ന കാര്യത്തിൽ കാര്യമായ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് തുടർച്ചയായി മഞ്ഞു പെയ്യാൻ തുടങ്ങും. മലമുകളിലെ മഞ്ഞുകൂടിയ കൊടുങ്കാടിനുള്ളിൽ മറ്റുപാധികളൊന്നുമില്ലാതെ പെട്ടുപോകുന്നവർ അവരിനി എത്ര വലിയ സാഹസികരാണെന്ന് പറഞ്ഞാലും അവിടുത്തെ മരം കോച്ചുന്ന തണുപ്പിനെ അധിക ദിവസങ്ങൾ അതിജീവിക്കാൻ സാധ്യതയില്ല. അടുത്ത ഞായറാഴ്ചയോടെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ മഞ്ഞുവീഴ്ച കടുത്തു. കാട്ടിനുള്ളിൽ ഏതാണ്ട് 9 ഇഞ്ചോളം ഘനത്തിൽ മഞ്ഞു വീണ് കിടന്നു. പോലീസ് സംഘത്തിന് തങ്ങളുടെ സെർച്ച് ഓപ്പറേഷൻ നിർത്തിവെച്ച് മഞ്ഞുവീഴ്ച അവസാനിക്കും വരെ കാത്തിരിക്കാനുള്ള തീരുമാനമെടുക്കേണ്ടി വന്നു. ഇനി അന്വേഷണം തുടരണമെന്നുണ്ടെങ്കിൽ വീണ മഞ്ഞ് കുറേയെങ്കിലും ഉരുകി മാറിയാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സെർച്ച് ഓപ്പറേഷൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എന്ന് പോലീസ് സംഘം അറിയിച്ചപ്പോൾ നെഞ്ചു തകർന്നു പോയത് ആ യുവാക്കളുടെ കുടുംബാംഗങ്ങൾക്കാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ആളെ കൊല്ലുന്ന തണുപ്പിൽ ആ കാട്ടിനുള്ളിൽ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ അവർ വിഷമിക്കുകയാണ്. 1978 ജൂൺ മാസത്തിൽ ഒരു കൂട്ടം ബൈക്കർമാർ ബക്സ് ലേക്കിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന വനം വകുപ്പിൻ്റെ ഒരു ക്യാമ്പിംഗ് സൈറ്റിന് അരികിലെത്തി. ആ കോമ്പൗണ്ടിൽ വലിയൊരു ട്രെയിലർ മൗണ്ട് ക്യാബിനും ചുറ്റിനും ചെറിയ നിരവധി സാറ്റലൈറ്റ് ക്യാബിനുകളും ആണ് ഉണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും അതിരൂക്ഷമായൊരു ഗന്ധം അവരുടെ നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി. ആ മണം പുറപ്പെട്ടു വന്ന ബങ്കറിന്റെ ചില്ലുകൾ അവർ അടിച്ചു പൊട്ടിച്ചു. അകത്തേക്ക് ഏന്തി വലിഞ്ഞു നോക്കി അവർ ഞെട്ടിപ്പോകുന്നു. അവിടെ കട്ടിലിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അത് 4 മാസം മുമ്പ് കാണാതായ 5 പേരിൽ ഒരാളുടെ ജഡമായിരുന്നു. അത് ടെഡ് വെയർ ആയിരുന്നു. പട്ടിണി മൂർച്ഛിച്ചാണ് അയാൾ മരിച്ചത് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. കാണാതായപ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് അയാളുടെ ശരീരഭാരം 40 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്.
ചുരുങ്ങിയത് 2 മാസത്തോളമെങ്കിലും അയാൾ ആ ക്യാബിനിൽ അഭയം പ്രാപിച്ചിരുന്നു എന്നാണ് മൃതദേഹത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ കാലിൽ ഷൂസ് ഉണ്ടായിരുന്നില്ല. കാൽവിരലുകൾ വളരെ സിവിയറായിട്ട് ഫ്രോസ്റ്റ് ബിറ്റൺ ആയിരുന്നു. പോലീസുകാരെ ഞെട്ടിച്ചു കളഞ്ഞത് മറ്റൊരു കാര്യമാണ്. വേറെ അഭയം തേടിയത് ഒരു ഫോറസ്റ്റ് സർവീസ് ട്രെയിലറിലായിരുന്നു. അതിനുള്ളിൽ നിഷ്പ്രയാസം മുറി ചൂടാക്കി നിർത്താൻ വേണ്ട വസ്തുവകകളും ചുരുങ്ങിയത് 5 മാസത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ട ടിൻ ഫുഡും ഉണ്ടായിരുന്നു. ആ ക്യാബിന്റെ ഉള്ളിൽ കഴിച്ചു വലിച്ചെറിഞ്ഞ നിലയിൽ 12 ബോട്ടിൽ ടിൻ ഫുഡ് ക്യാനുകളും അവർ കണ്ടെടുത്തു. നേരത്തെ ഷോൺസ് ഇവരുടെ കാർ കണ്ട ഇടത്ത് നിന്ന് 18 മൈൽ മാത്രം അകലെയാണ് ടെഡ് വെയർ എന്ന യുവാവിന്റെ ജഡം അങ്ങനെ കിടന്നിരുന്നത്. വെയറിന്റെ മൃതദേഹം കണ്ടെടുത്തതോടെ ആ കേസ് വീണ്ടും പത്രങ്ങളിൽ ഇടം പിടിച്ചു. തിരച്ചിൽ ഒന്നുകൂടി ഊർജിതമായി സംഘടിപ്പിക്കപ്പെട്ടു. ഇത്തവണ പൊതുജനങ്ങളിൽ നിന്ന് പോലും സഹായങ്ങൾ കിട്ടി. സെർച്ച് ടീം ഈ ജഡം കിട്ടിയ ബഗ്സ് ലേക്ക് പ്രദേശം ചുറ്റിപ്പറ്റി തങ്ങളുടെ അന്വേഷണങ്ങൾ കൂടുതൽ ശക്തമാക്കി. ഒരേ ഒരു ദിവസത്തെ അന്വേഷണത്തിനുള്ളിൽ തന്നെ സെർച്ച് ടീം കൂടുതൽ ഡെഡ് ബോഡികളിലേക്ക് എത്തി. ജൂൺ 8-ാം തീയതി നേരത്തെ വേറിന്റെ ജഡം കണ്ടെടുത്ത ഫോറസ്റ്റ് യാർഡിൽ നിന്ന് 5 മൈൽ അകലെയായി ബിൽ സ്റ്റെർലിംഗ്, ജാക്ക് മെഡ്രൂഗ എന്നിവരുടെ ജഡങ്ങൾ കൂടി പോലീസ് കണ്ടെടുത്തു. മെഡ്രൂഗയുടെ പോക്കറ്റിൽ നിന്ന് അയാളുടെ മെർക്കുറി മൊണ്ടഗ കാറിന്റെ താക്കോലും പോലീസ് കണ്ടെടുത്തു. ഏതോ മൃഗങ്ങൾ അയാളുടെ മൃതദേഹം വലിച്ച് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ദേഹത്തെ മാംസം കുറെയൊക്കെ ഏതോ മൃഗങ്ങൾ ഭക്ഷിച്ചു തീർത്തിരുന്നു. സ്റ്റെർലിംഗിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ മഡ്രൂഗയുടെ ഡെഡ് ബോഡി കടന്നിരുന്നതിന് കുറച്ചപ്പുറത്തായി ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. ദേഹത്തെ മാംസം മുഴുവൻ അപ്രത്യക്ഷമായി വെറും അസ്ഥികൂടം മാത്രമാണ് അന്ന് പോലീസിന് കണ്ടുകിട്ടുന്നത്. ഈ ജഡങ്ങൾ കിട്ടുന്നത് വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്ത സ്പോട്ടിനോട് കുറെ കൂടി അടുത്തായിട്ടാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ തളർന്നു വീണ അവരും ഹൈപ്പോതെർമിയ കൊണ്ടാണ് മരിച്ചുപോയത് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നു. പിന്നെയും 2 ദിവസത്തിനുള്ളിൽ നേരത്തെ ടെഡ് വെയറിന്റെ മൃതദേഹം കണ്ടെടുത്ത ഫോറസ്റ്റ് സർവീസ് ട്രെയിലറിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ 2 മൈൽ അകലെയായി ജാക്ക് ഹ്യൂവറ്റിന്റെ വസ്ത്രാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നു. അധികം ദൂരെ അല്ലാതെ അയാളുടെ മൃതദേഹവും അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാനായി. ഇങ്ങനെ ഹ്യൂവറ്റിന്റെ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തിന് പടിഞ്ഞാറ് മാറി ഒരല്പ ദൂരത്തിനപ്പുറം ചില സർവീസ് ബ്ലാങ്കറ്റുകളും ഫ്ലാഷ് ലൈറ്റുകളും മറ്റും തിരച്ചിൽ സംഘത്തിന് കണ്ടുകിട്ടി. അതോടെ അന്വേഷകർക്ക് ഒരു കാര്യം ഉറപ്പായി. ടെഡ് വെയറും ജാക്ക് ഹ്യൂവറ്റും ഗാരി മത്യാസും കൂടി കാറിനുള്ളിൽ നിന്ന് ഇറങ്ങി നടന്ന് ആ ഉപേക്ഷിക്കപ്പെട്ട ഫോറസ്റ്റ് സർവീസ് ട്രെയിലറിനുള്ളിൽ എത്തിപ്പെട്ട് അവിടെ ആഴ്ചകളോളം താമസിച്ചിട്ടുണ്ട്. കാരണം മത്യാസിന്റെ ടെന്നീസ് ഷൂ ആ ട്രെയിലർ ക്യാബിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. ഇവർ രണ്ടുപേരും, അതായത് മത്യാസും ഹ്യൂവറ്റും, ടെഡ് വെയറുടെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളിൽ അയാളുടെ കിടക്കക്കരികിൽ തന്നെയാകും ചെലവിട്ടിട്ടുണ്ടാവുക എന്നും പോലീസ് ഊഹിച്ചു. ഒടുവിൽ വെയർ മരിച്ചപ്പോഴാകും ആ മൃതദേഹത്തിൽ നിന്ന് ദൂരെ മാറിപ്പോവാൻ വേണ്ടി ഹ്യൂവറ്റും മത്യാസും ക്യാബിൻ വിട്ടിറങ്ങി നടന്നിട്ടുണ്ടാവുക. ആ നടത്തത്തിനിടയിൽ എപ്പോഴോ കാട്ടിനുള്ളിൽ മഞ്ഞു വീഴുന്ന മനം കൊച്ചുന്ന തണുപ്പിനെ അതിജീവിക്കാനാവാതെ ഇരുവരും തളർന്നു വീണ് മരിച്ചു പോയിട്ടുണ്ടാവും. മത്യാസും സത്യത്തിൽ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും വെച്ച് മരിച്ചിട്ടുണ്ടാവണം. കാട് അയാളെ വിഴുങ്ങിക്കാണണമെന്നാണ് പോലീസും മറ്റുള്ള അന്വേഷകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നാൽ അന്നു തൊട്ട് ഇന്നു വരെ ഗാരി മത്യാസിന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ ഒരു തിരച്ചിൽ സംഘത്തിനും സാധിച്ചിട്ടില്ല. അയാളുടെ പേർക്കുള്ള മാൻ മിസ്സിംഗ് കേസ് അതുകൊണ്ട് തന്നെ ഇന്നും പോലീസ് റെക്കോർഡുകളിൽ ഓപ്പൺ ആയി തന്നെ തുടരുകയാണ്. എന്ന് മാത്രവുമല്ല, മാധ്യമങ്ങളിൽ പലപ്പോഴായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പല നിഗൂഢ കഥകളുടെയും കോൺസ്പിറസി തിയറികളുടെയും കേന്ദ്ര കഥാപാത്രവും ഇതേ ഗാരി മത്യാസ് എന്ന പാരനോയിഡ് ഷിസോഫ്രീനിയ പേഷ്യന്റ് തന്നെയാണ്. ഈ കേസിന്റെ കാര്യത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയുണ്ട്. പ്രധാന ചോദ്യം സ്വാഭാവികമായിട്ടും ഇതാണ്: കളി കഴിഞ്ഞ് ആ ഐവർ സംഘം എന്തുകൊണ്ടാണ് നേരെ യൂബ കൗണ്ടിയിലേക്ക് തിരികെ പോകാതെ വഴിയറിയാത്ത മഞ്ഞുമൂടിക്കിടക്കുന്ന സിയറ നെവാഡ മലമുകളിലെ കാടിനുള്ളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയത്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞ വിവരങ്ങൾ ഒന്നുകൂടി അടുക്കി പെറുക്കി നോക്കിയാൽ ആർക്കും ആദ്യം വെളിപ്പെടുന്ന അനോമലി ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ലാത്ത ഗാരി മത്യാസ് എന്ന 5-ാമൻ തന്നെയാകും. അയാൾക്ക് ഇവരുടെ കാർ കണ്ടെടുത്ത ബഗ്സ് ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന ഓറോവിൽ ഏതാനും മൈൽ അകലെ കിടക്കുന്ന ഫോബ്സ് ടൗണിൽ ഒരു സ്നേഹിതനുണ്ട്. ജാക്ക് മെഡ്രൂഗയുടെ അമ്മ പറഞ്ഞിട്ടുള്ളത് അവരുടെ മകന് മഞ്ഞും ഇരുട്ടും കാടും ഒരുപോലെ ഭയമുള്ള 3 സംഗതികളാണ് എന്നാണ്. അതങ്ങനെ ആയിരുന്നിട്ടും അയാൾ ഈ പറഞ്ഞ അറിയാത്ത വഴിയിലൂടെ മലമുകളിലേക്ക് വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെയോ പ്രേരണ പുറത്താണ്. ഈ 5-അംഗ സംഘത്തിൽ ഈ സ്ഥലത്ത് മുമ്പ് വന്നിട്ടുണ്ടാകാൻ ഇടയുള്ള, ഈ വഴികൾ നിശ്ചയമുണ്ടാകാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ ഗാരി മത്യാസ് മാത്രമാണ്. തൻ്റെ സ്നേഹിതനെ ഒന്ന് കണ്ടുപോകാമെന്ന് ഒരുപക്ഷെ മറ്റു 4 പേരെയും പറഞ്ഞ് സമ്മതിപ്പിച്ചതും മത്യാസ് ആകാം. അങ്ങനെയൊരു പ്ലാനിന്റെ പുറത്ത് മഡ്രൂഗ കാർ നേരെ ഹൈവേ 70 യൂബ കൗണ്ടിയിലേക്ക് ഓടിക്കുന്നതിന് പകരം ഓറോവിൽ ക്വിൻസി റോഡിലേക്ക് തിരിച്ചതാകാം. ഫോബ്സ് ടൗണിലേക്ക് തിരിയുന്ന ഇടറോഡ് അവർക്ക് അബദ്ധവശാൽ മിസ്സായിട്ടുണ്ടാവാം. പിന്നെയും മുന്നോട്ട് പോയ ആ കാർ കാടിന്റെ കൂടുതൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവാം.
ഒടുവിൽ വഴി അവസാനിച്ച് മൺപാതയിലൂടെ അത് ചെന്ന് മഞ്ഞിൽ കുടുങ്ങിയതാകാം എന്നാണ് ഒരു തിയറി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവിടെ മഡ്രൂഗയുടെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സംശയം വളരെ പ്രസക്തമാണ്. നേരത്തെ പറഞ്ഞ പോലെ അബദ്ധങ്ങൾക്ക് പിന്നാലെ അബദ്ധങ്ങൾ സംഭവിച്ച് ഇവരിങ്ങനെ ഉൾക്കാട്ടിലെ മഞ്ഞിൽ കാറിൽ കുടുങ്ങിപ്പോയി എന്ന് തന്നെ വെച്ചാലും പൂർണ്ണാരോഗ്യമുള്ള 5 യുവാക്കളാണ് ഒരുമിച്ച് ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ഒത്തുചേർന്ന് വളരെ എളുപ്പത്തിൽ തങ്ങളുടെ കാർ മഞ്ഞിൽ നിന്ന് തിരികെ റോഡിലേക്ക് എത്തിക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് അവർ ആ കാർ ഉപേക്ഷിച്ച് ആ കൊടും തണുപ്പത്ത് ഉൾക്കാട്ടിലേക്ക് നടന്നു കയറുക എന്ന പരമാബദ്ധം പ്രവർത്തിച്ചത്? കാടിനുള്ളിലേക്ക് നടക്കുന്നതിന് പകരം കാടിറങ്ങി പുറത്തേക്ക് വരുന്നതിൽ നിന്ന് അവരെ തടഞ്ഞത് ആരാണ്? എൻ്റെ മകനും അവരുടെ സ്നേഹിതരും അങ്ങനെ വെറുതെ ആ കാടിനുള്ളിലേക്ക് കയറി പോവില്ല. അവരെ ആരോ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിച്ചതാണ്. അവരുടെ മരണത്തിന് ഉത്തരവാദികളായ ആരൊക്കെയോ ചിലർ ഇപ്പോഴും നിയമത്തിന്റെ കൈകളിൽ പെടാതെ ഇരുട്ടിൽ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നുണ്ട് എന്നാണ് മഡ്രൂഗയുടെ അമ്മ പറഞ്ഞത്. മഡ്രൂഗയുടെ കാർ പിന്നീട് പോലീസ് കണ്ടെടുത്ത കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ യുവാക്കളെ കാണാതായി 4 ദിവസത്തിനുള്ളിൽ പോലീസ് വണ്ടി കണ്ടെത്തിയപ്പോൾ അതുണ്ടായിരുന്നത് സാമാന്യം നല്ല മെക്കാനിക്കൽ കണ്ടീഷനിൽ തന്നെയാണ്. ഫ്യൂൽ ടാങ്കിൽ 1/4 ഭാഗത്തോളം പെട്രോളും ബാക്കിയുണ്ടായിരുന്നു. പോലീസ് മെക്കാനിക് വന്ന് വണ്ടി ഹോട്ട് വയർ ചെയ്തപ്പോഴേക്കും ആ കാർ വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ആവുകയും ചെയ്തു. പിന്നെ ആ കാർ മഞ്ഞിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുകയൊന്നുമല്ലായിരുന്നു. ആരോഗ്യമുള്ള 5 പേർക്കും ചേർന്ന് വേണമെങ്കിൽ അതിനെ തള്ളി ആ മഞ്ഞിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാമായിരുന്നു. അത് പക്ഷേ ഉണ്ടായില്ല. അതുപോലെ ഒരു വിൻഡോ ഗ്ലാസ് താഴ്ത്തിയ നിലയിലാണ് വണ്ടി കിടന്നിരുന്നത്. ജാക്ക് മഡ്രൂഗ എന്ന വണ്ടി ഭ്രാന്തനെ അടുത്തറിയുന്നവർ ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരിക്കലും അവൻ തൻ്റെ പ്രിയപ്പെട്ട കാറിനെ അങ്ങനെ ഉപേക്ഷിച്ചു പോവുകയില്ല എന്നാണ്. മറ്റൊരു സംശയമുള്ളത് വണ്ടിയുടെ ഉടമസ്ഥനായ മഡ്രൂഗ തന്നെയാണോ മലമുകളിൽ വരെ ആ കാർ ഓടിച്ചത് എന്നതാണ്. കാരണം തനിക്ക് യാതൊരു ധാരണയുമില്ലാത്ത ആ മലമ്പാതയിലൂടെ രാത്രിയിൽ മഡ്രൂഗ കാർ ഓടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമല്ല. കാരണം കല്ലും കുറ്റിയും കിടങ്ങുമൊക്കെ നിറഞ്ഞ ആ കാട്ടുവഴിയിലൂടെ ഓടിച്ചു കൊണ്ടുപോയിട്ടും ആ വണ്ടിയുടെ അടിയിൽ ഒരു ഡെൻഡ് മാർക്ക് പോലുമില്ല. അതായത് വഴി നല്ലവണ്ണം അറിയാവുന്ന, റോഡ് നല്ലവണ്ണം പരിചയമുള്ള ആരോ ആവണം ഓടിച്ചത് എന്നായിരുന്നു ആ വണ്ടി കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കമന്റ് ചെയ്തത്. എന്നാൽ അങ്ങനെ കരുതാനും ചെറിയൊരു തടസ്സമുണ്ട്. കാരണം വണ്ടിയുടെ ഉടമസ്ഥനായിട്ടുള്ള ജാക്ക് മഡ്രൂഗോ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട വണ്ടി അങ്ങനെ ആർക്കും ഓടിക്കാൻ കൊടുക്കുന്ന പ്രകൃതക്കാരനല്ല. ഈ ഘട്ടത്തിൽ വരുന്ന സംശയം അവർ 5 പേരിൽ സ്വന്തമായി ലൈസൻസ് ഉള്ള, ഡ്രൈവിംഗ് അറിയാവുന്ന ജാക്ക് മഡ്രൂഗ കഴിഞ്ഞുള്ള മറ്റൊരാൾ ഗാരി മത്യാസ് മഡ്രൂഗയെ നിർബന്ധിച്ച് അയാളിൽ നിന്ന് താക്കോൽ പിടിച്ചു വാങ്ങി ഡ്രൈവ് ചെയ്തിട്ടുണ്ടാകുമോ എന്നതാണ്. എന്നാൽ 1976 അതായത് ഈ സംഭവം നടക്കുന്നതിന് 2 വർഷം മുമ്പ് തൊട്ട് ഷിസോഫ്രീനിയയ്ക്കുള്ള മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുള്ള മത്യാസ് ആ കാലം തൊട്ട് യാതൊരുവിധ അക്രമത്തിനും മുതിരാതെ ശാന്തനായി കഴിയുന്ന ഒരാളാണ് എന്നാണ് മത്യാസിനെ അടുത്തറിയുന്നവർ പറയുന്നത്. സംശയത്തിന്റെ മുന തിരിയാൻ നേരിയ സാധ്യതയെങ്കിലും അവശേഷിക്കുന്ന മറ്റൊരാൾ ഇനി ഇവരിൽ ആരൊക്കെയോ അന്ന് രാത്രി കണ്ടു എന്ന് അവകാശപ്പെടുന്ന ജോസഫ് ഷോൺസ് ആണ്. ഈ 5 യുവാക്കളും അന്ന് രാത്രി അറിയാതെ കയറി ചെന്ന് കുടുങ്ങിയ ഏതാണ്ട് അതേ പ്രദേശത്തു തന്നെ തൻ്റെ കാറിൽ താനും ചെന്ന് കുടുങ്ങി എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. പക്ഷേ അയാളുടെ വാക്കുകളിൽ കാര്യമായ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അന്ന് രാത്രി അവിടെ ഒരു സ്ത്രീയെയും കുട്ടിയെയും മറ്റും കണ്ടു എന്ന് അയാൾ പറയുന്നുണ്ട്. അതുപോലെ 2 വണ്ടികൾ അയാൾ കണ്ടു എന്നും അയാൾ പോലീസിന് മൊഴി കൊടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണവർ? ഏതാണ് ഈ 2ാമത്തെ വണ്ടി? വണ്ടി തള്ളുന്നതിനിടയിൽ ഷോൺസിനുണ്ടായ ഹൃദയാഘാതം ഏൽപ്പിച്ച ട്രോമയിൽ അയാൾക്കുണ്ടായ ചില ഹാലൂസിനേഷനുകളാണ് ഈ ഇല്ലാത്ത വണ്ടിയും സ്ത്രീയും കുട്ടിയുമൊക്കെ എന്നൊരു വിശദീകരണവുമുണ്ട്. ഇതൊക്കെ പുറമെ ടെഡ്വേറിന്റെ സഹോദരി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കോൺസ്പിറസി തിയറി കൂടി ഈ തിരോധാനത്തിലുണ്ട്. അന്ന് രാത്രി അവർ 5 പേരും ആ ബാസ്കറ്റ്ബോൾ മത്സരം കണ്ട സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് വെച്ച് അവർ കാണാൻ പാടില്ലാതിരുന്ന എന്തോ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് തൻ്റെ സഹോദരനടക്കമുള്ളവരുടെ ജീവൻ എടുത്തത് എന്ന് അവർ വാദിക്കുന്നു. എന്തായാലും നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ച ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ ഗാരി മത്യാസ് തൻ്റെ സ്നേഹിതനെ കാണാൻ വേണ്ടി അവരെ നിർബന്ധിച്ച് ഫോബ്സ്റ്റോൺ വഴിക്ക് വണ്ടി ഓടിപ്പിച്ചു, അതിനിടയ്ക്ക് അവർക്ക് വഴിതെറ്റി കാട്ടിനുള്ളിൽ പെട്ടുപോയി എന്ന തിയറിയാണ്, അതിലും ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട് എങ്കിലും താരതമ്യേന കൂടുതൽ സംഭവ്യമായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇക്കാര്യത്തിൽ വിശേഷിച്ച തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അഭിപ്രായങ്ങളൊക്കെയും തികച്ചും വ്യക്തിപരമാണ് എന്നും പറയേണ്ടി വരും. ചുരുക്കത്തിൽ 70കളുടെ അവസാനത്തോടെ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള യൂബ കൗണ്ടി എന്ന ഉൾനാടൻ പ്രദേശത്ത് നടന്ന ഈ തിരോധാനം ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ്. എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു വിശദീകരണവും നമുക്ക് മുന്നിലില്ല. ഒരു തിയറിയെ ബലപ്പെടുത്തുന്ന തെളിവ് അല്ലെങ്കിൽ വാദം അൾട്ടിമേറ്റ്ലി മറ്റൊരു തിയറിയെ ദുർബലമാക്കാൻ പോകുന്നതാണ് എന്ന് വിശകലനം ചെയ്തു വരുമ്പോൾ നമുക്ക് തോന്നാം. ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ, അവ്യക്തമായ നിരവധി വിവരങ്ങൾ ഒക്കെയും ഈ കഥയുടെ ഭാഗമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്തിന്റെ കുടില ബുദ്ധികൾ പലതും മനസ്സിലാക്കാൻ വേണ്ട പാകതയോ കൗശലമോ ഇല്ലാത്ത 5 യുവാക്കളാണ് മഞ്ഞുറഞ്ഞു കിടന്നിരുന്ന ആ കാടിനുള്ളിലേക്ക്
ചക്രവ്യൂഹത്തിലേക്ക് എന്ന പോലെ അന്ന് നടന്നു കയറിയത്. ആ ചെറുപ്പക്കാർക്ക് എന്തു പറ്റി, അവരെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഈ സംസാരിച്ച് നിർത്തുന്ന നേരത്തും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരെങ്കിലുമൊക്കെ ആ ജിക്സോ പസിലിൻ്റെ പീസുകൾ ചേരുംപടി ചേർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.